പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ക്രിസ്തുയേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തിരുമുഖത്തേക്ക് നോക്കിയിരിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു തുടങ്ങിയ ഒരു വിഷയം നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞിട്ടില്ലല്ലോ. ആരാണ് ഭാഗ്യവാൻ? ലോകപ്രകാരം ചിന്തിച്ചാൽ ഒരുപാട് ആളുകളെ ഭാഗ്യവാന്മാരെന്നും ഭാഗ്യവതികളെന്നുമൊക്കെ വിളിക്കുന്നവരാണ് നമ്മൾ. നേരെ തിരിച്ച് ചിലരെ നിർഭാഗ്യവാന്മാരെന്നും നിർഭാഗ്യവതികളെന്നും. എന്നാൽ വചനം എന്താണ് പറയുന്നത്? ദൈവവചനപ്രകാരം ആരാണ് ഭാഗ്യവാൻ, ആരാണ് ഭാഗ്യവതി? ഇതാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചിന്ത കഴിഞ്ഞ പ്രാവശ്യം കേട്ടതാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ അവസരം ലഭിച്ചവരും ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുവാൻ അവസരം ലഭിച്ചവരും ഭാഗ്യവാന്മാർ എന്ന് കേട്ടു. എന്ന് വീണ്ടും ആ ചോദ്യം ചോദിക്കുമ്പോൾ രണ്ടാമതായി വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം കേൾക്കുക. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നെഴുതുക എന്ന് പറഞ്ഞു. വിശുദ്ധനായ യോഹന്നാൻ അപ്പോസ്തലൻ ഏകനായി പത്മോസ് ദ്വീപിൽ പാർക്കുന്ന കാലത്ത് ദൈവം അദ്ദേഹത്തിന് കൊടുത്തതായ സ്വർഗദർശന വേളയിൽ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം കുറിച്ചു വെച്ചതാണ് ഈ കണ്ടത്. അത് ഒരു മനോഹരമായ വിവാഹ വിരുന്നിൻ്റെ പശ്ചാത്തലമാണ്. അത് വർണ്ണിച്ചു വച്ചിട്ടുള്ളത് ഈ 19-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിലാണ്. ഇങ്ങനെ നാം വായിച്ചു വയ്ക്കുന്നു: കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവൾ ധരിച്ചിരിക്കുന്ന ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. അതിനുശേഷമാണ് നാം ആദ്യം വായിച്ച വാക്യം എഴുതാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന മണവാട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ആ മണവാട്ടിയാണ് ഭാഗ്യവതി. ആ മണവാട്ടി തങ്ങളുടെ നിഷ്കളങ്കവും നീതിയുക്തവുമായ പ്രവൃത്തികളാൽ ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ചിട്ടുള്ള, ആ നീതി പ്രവൃത്തികളാകുന്ന വസ്ത്രം ധരിച്ചിട്ടുള്ള കർത്താവിൻ്റെ മണവാട്ടി. ഇവിടെ കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ ദൈവമക്കളെ, സ്വർഗീയ കുഞ്ഞാടിൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതായി. യേശു പഠിപ്പിച്ചത് മറന്നുകൂടല്ലോ. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക കൊട്ടാരങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരങ്ങൾ ഒരുക്കാനാണ് പോകുന്നത്. ഞാൻ പോയി കൊട്ടാരങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഈ ആയിരിക്കുന്ന ഇടത്ത് എന്നോടുകൂടെ നിങ്ങളെയും ഇരുത്താൻ ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ കൊണ്ടുപോകുമെന്നാണ് വാഗ്ദത്തം. മണവാളൻ ഇരിക്കുന്നിടത്ത് മണവാളനോടൊപ്പം ഇരിപ്പാൻ വിളിക്കപ്പെട്ട കർത്താവിൻ്റെ മണവാട്ടിയാണ് നമ്മൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ വിവാഹത്തിൽ ആര് മണവാട്ടിയായി നിൽക്കും? വിശുദ്ധന്മാരെന്നാണ് ഇവിടെ വായിച്ചെടുക്കേണ്ടത്. വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ നാം വിശുദ്ധരെന്ന് വിളിച്ച് പ്രത്യേക പദവി കൊടുത്തിരിക്കുന്നവരെ കുറിച്ചാണോ ഇത്? ദൈവമക്കളെ, അവരെക്കുറിച്ച് മാത്രമല്ല, ആ പദവിയിലെത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്രകാരം കുഞ്ഞാടാകുന്ന മശിഹാ തമ്പുരാൻ്റെ മണവാട്ടിയാകാൻ വിളിക്കപ്പെട്ട് മാമോദീസായുടെ നാളിൽ മുദ്ര ചാർത്തപ്പെട്ട് കർത്താവിൻ്റെ മണവാട്ടിയായി വേർതിരിക്കപ്പെട്ട് മണവാട്ടിക്കെടുത്ത വേഷവിധാനങ്ങൾ ധരിപ്പിക്കപ്പെട്ട് ഇവൾ കർത്താവിൻ്റെ മണവാട്ടി എന്ന് സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ പേരും എഴുതപ്പെട്ട് അന്നു മുതൽ കർത്താവിൻ്റെ മണവാട്ടിയായി നിൽക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ വിശ്വാസിയും. അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടമാണ് കർത്താവിൻ്റെ സഭ.
അതുകൊണ്ടാണ് കർത്താവിൻ്റെ സഭയെ മണവാട്ടി സഭ എന്ന് വിളിക്കുന്നത്. കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുന്ന വിശുദ്ധ സംഘത്തെ ആകമാനം കർത്താവ് തൻ്റെ സ്വർഗമണവറയിൽ ചേർക്കുമെന്നുള്ളതുകൊണ്ട് ആലങ്കാരികമായി വിശ്വാസികളുടെ കൂട്ടമായ സഭയെ മണവാട്ടി എന്ന് വിളിച്ചിരിക്കുന്നു. വേദപണ്ഡിതന്മാർ അങ്ങനെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇത്രയും ഭാഗ്യകരമായ ഒരു പദവിക്ക് വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ? അങ്ങനെ വിളിക്കപ്പെട്ട സകലരും ഭാഗ്യമുള്ളവരെന്നാണ് വെളിപ്പാട് പുസ്തകത്തിലൂടെ വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളും ലാഭങ്ങളുമൊക്കെ കിട്ടുന്നവരെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നവരല്ലേ നമ്മൾ? എന്നാൽ യഥാർത്ഥ ഭാഗ്യത്തെക്കുറിച്ച് നാം പലപ്പോഴും മൗനമാചരിക്കുകയാണല്ലോ പ്രിയപ്പെട്ടവരെ. ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത് വിളിച്ച് വേർതിരിച്ച് തൻ്റെ മണവാട്ടിയാക്കി തീർത്ത് സ്വർഗീയ മണവാളൻ്റെ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരായിരിക്കുന്നു നമ്മളൊക്കെ. ആ മഹാഭാഗ്യത്തെ എന്തേ മറന്നു പോകുന്നത്? ഭൂമിയിൽ എന്തൊക്കെ നേടിയാലും ഏതൊക്കെ സ്ഥാനത്തിരുന്നാലും അതെല്ലാം ഒരു ദിവസം കൈവിട്ടു പോകും, അസ്തമിച്ചു പോകും. സ്വർഗമണവാളൻ്റെ മണവാട്ടിയായി അവൻ്റെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് അതിൽ നിന്ന് അവനോടൊപ്പം ഭുജിച്ച് പാനം ചെയ്ത് അവൻ്റെ മണവറയിൽ പ്രവേശിച്ച് അവൻ്റെ മാർവിൽ ചേരുന്നതിനേക്കാൾ വലിയ ഭാഗ്യം എന്തുണ്ട്? ഒരുപക്ഷെ ലോകത്ത് പലരും ചിന്തിക്കുന്നത് ഇപ്പറയുന്നതൊക്കെ ലോകമണ്ടത്തരമാണെന്നാണ്. മനുഷ്യൻ കേവലം ഒരു മൃഗം മാത്രമാണ്. മറ്റ് ജീവജാലങ്ങളൊക്കെ മരിച്ചവസാനിക്കുന്നത് പോലെ മനുഷ്യജീവിതവും മരിക്കുമ്പോഴവസാനിക്കും. അതിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമില്ലെന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളും ചിന്തിക്കുന്ന ആളുകളും നിറഞ്ഞു വരികയാണ് ലോകത്ത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഈ കാലഘട്ടത്തിലെ ജീവിതശൈലി മൃഗതുല്യ ജീവിതശൈലിയായി മാറുന്നു. തത്വദീക്ഷയില്ല, നീതിബോധമില്ല, ധാർമ്മികതയില്ല, ബന്ധങ്ങൾ സൂക്ഷിക്കുന്നില്ല, ആരുമാരെയും ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല, ആരും ആർക്കു വേണ്ടിയും ഇടം കൊടുക്കുന്നില്ല. എല്ലാം അടക്കി ഭരിക്കാൻ ശ്രമിച്ച് കൈവശപ്പെടുത്തി ചൂഷണം ചെയ്ത് ആസ്വദിച്ച് തീർക്കുകയാണ്, മരിക്കുമ്പോഴെല്ലാം തീരുമെന്ന മനോഭാവത്തോടെ. ദൈവമക്കളെ, എത്ര വലിയ അപകടവും അപജയവുമാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൃഗതുല്യരായി മനുഷ്യർ ജീവിക്കരുത്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ കേവലം മൃഗമല്ല, അതിനപ്പുറത്ത് അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പരമമായ അവസ്ഥയിലിരിക്കുന്ന ഭാഗ്യം ചെയ്ത ഒരു സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും നൽകപ്പെട്ടവർ, ദൈവം മൂക്കിൽ ജീവശ്വാസമൂതിയവർ, ദൈവത്തിൻ്റെ ശക്തി അവരിൽ നിറച്ചു വച്ചിരിക്കുന്നു. ദൈവം ഇറങ്ങി വസിക്കുന്ന ആലയം, കർത്താവ് വിവാഹ നിശ്ചയം ചെയ്ത മണവാട്ടി, കർത്താവ് വീണ്ടെടുത്ത് സ്വന്തമാക്കി തീർത്തവർ, ദൈവസ്നേഹത്തിന് പാത്രീഭൂതരായവർ, ബുദ്ധിയും ജ്ഞാനവും വിവേകവും കൊണ്ട് നിറച്ചവർ, വിവേചനാധികാരം ദൈവം പ്രത്യേക വരമായി നൽകിയവർ, നിസ്സാരരല്ല മനുഷ്യരെന്നറിയുക. ഈ മനുഷ്യരെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇപ്രകാരം വിവാഹ നിശ്ചയം ചെയ്തവൻ അതിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. വിവാഹസമയം വരുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് വിളിക്കപ്പെട്ടവരൊക്കെ ഭാഗ്യമുള്ളവർ. ആ ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ ഞാനും നിങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കാമോ? ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ, ഇപ്പോൾ നമ്മുടെ സ്വഭാവ ശൈലി വച്ച്, ഇപ്പോഴത്തെ നമ്മുടെ ജീവിത രീതി വച്ച് നാം ഈ മണവാട്ടിയായി മണവാളൻ്റെ മുമ്പിൽ നീതിപ്രവർത്തികളാകുന്ന നിർമ്മല വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുമോ? നാം വിശ്വാസത്താൽ അത് പ്രാപിച്ചിട്ടുണ്ടോ? പ്രവൃത്തിയിൽ അത് തെളിയിച്ചിട്ടുണ്ടോ? പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈ ലോകപ്രകാരം ആരൊക്കെ ഭാഗ്യവാനെന്ന് വിളിച്ചാലും അത് ഭാഗ്യമല്ല എന്നറിയുക. ലോകപ്രകാരം പലതും നേടുമ്പോൾ, പലതും ആകുമ്പോൾ പലരും പറയും ഭാഗ്യവാനെന്ന്. എന്നാൽ ദൈവസന്നിധിയിൽ നിൽക്കേണ്ട സമയത്ത് യോഗ്യതയോടെ നിൽപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ നിത്യവിരുന്നിൽ പങ്കുപറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിത്യമണവറയിൽ ഓഹരിയും അവകാശവും
നിർഭാഗ്യമെന്നല്ലാതെ വേറെ ഒന്നും അതേക്കുറിച്ച് പറയാനില്ല. അതിലും വലിയൊരു നിർഭാഗ്യം ഇനി ജീവിതത്തിൽ വരാനില്ല. എന്നാൽ ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ നിത്യമണവാളനോടൊപ്പം സ്വർഗമണവറയിൽ ചേരുന്നതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റൊന്നില്ല. അതിനെക്കുറിച്ച് മാത്രം ധ്യാനിക്കാനും ചിന്തിക്കാനും ജീവിതം ചിട്ടപ്പെടുത്താനും വിശുദ്ധിയിൽ വളരാനും വിശ്വാസത്തിൽ ഉറയ്ക്കാനുമൊക്കെ ഈ ചിന്തകൾ നമുക്ക് പ്രേരകമാകട്ടെ. ദൈവമക്കളെ, നശിച്ചു പോകുന്ന ലോകത്ത് താൽക്കാലികമായ ജീവിതത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി സ്വയം മറന്ന് രമിക്കരുതേ. ഇതിനപ്പുറത്ത് ഒരു നിത്യതയുണ്ടെന്ന് മനഃപൂർവമായി ബോധ്യപ്പെടുക. ആവർത്തിച്ച് ദൈവവചനം ഇത് അരുളി ചെയ്യുമ്പോഴും അത് കേൾക്കാത്ത ഭാവം നടിച്ച് ഈ ലോകത്തിൻ്റെ സുഖങ്ങളെ വിടാൻ മനസ്സില്ലാതെ പാപസുഖങ്ങളിൽ മുഴുകി മറയുന്നവർ ഓർക്കുക, നിർഭാഗ്യം, മഹാനിർഭാഗ്യമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ വലിയ പരമാർത്ഥം നമുക്ക് ബോധ്യപ്പെട്ടു. ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഉത്തരം, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവരൊക്കെയും ഭാഗ്യവാന്മാർ. ആ ഭാഗ്യത്തിൽ നമുക്കും പങ്കുചേരേണ്ട പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ഇനിയും ആരാണ് ഭാഗ്യവാനെന്ന് ചോദിച്ചാൽ മൂന്നാമതൊരു ഉത്തരം വിശുദ്ധ വചനം നമുക്ക് തരും. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനം, എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. യേശുവിൻ്റെ വീര്യപ്രവൃത്തികൾ കണ്ട് ധാരാളം ആളുകൾ യേശുവിൻ്റെ പിന്നാലെ കൂടി. യേശുവിൻ്റെ പിന്നാലെ കൂടിയ പലരുടെയും ലക്ഷ്യം പലതായിരുന്നു. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ നടന്നവർ വളരെ ചുരുക്കമായിരുന്നു. അത്ഭുതം കാണാനോ അപ്പം തിന്നാനോ കാര്യം സാധിക്കാനോ സൗഖ്യം കിട്ടാനോ അതുമല്ലെങ്കിൽ കേവലം നേരം പോക്കിനോ ഒക്കെ വേണ്ടി യേശുവിൻ്റെ കൂടെ നടന്നവരുണ്ട്. അവരുടെ കുഴപ്പം എന്താണെന്നറിയാമോ? പൊള്ളുന്ന ജീവിതാനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ തിക്താനുഭവങ്ങൾ അവരുടെ മേൽ വന്ന് വീഴുമ്പോൾ അവർ പിന്മാറിപ്പോകും, അവർ മടുത്തുപോകും, അവരിടറിപ്പോകുമെന്നാണ് വായിച്ചെടുക്കേണ്ടത്. യേശുക്രിസ്തുവിന് അംഗീകാരം കിട്ടുന്നത് കൊണ്ട് ആ അംഗീകാരത്തിന് തങ്ങളും പങ്കുകാരാകുമെന്ന് നനച്ച് യേശുവിനെ പിൻപറ്റിയവർക്ക് യേശുവിൻ്റെ തിരസ്കരണം, യേശു അനുഭവിച്ച വേദന ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നേട്ടവും ലാഭവും മാത്രം പ്രതീക്ഷിച്ച് ദൈവത്തെ അന്വേഷിക്കുന്നവരൊക്കെ ഇടറിപ്പോകുന്നവരാണ്. ഈ ലോകത്ത് വിശ്വാസികളെന്ന പേരും പിടിച്ച് യേശുവിൻ്റെ പിന്നാലെ യേശുനാമം ഉച്ചരിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യേശുവിനെ പിൻപറ്റുന്നത്. അതിൻ്റെ അപകടം എന്താണെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ വില കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ, ഒരു തിക്താനുഭവം നേരിട്ടാൽ അവരാ നിമിഷം കർത്താവിൽ നിന്ന് ഇടറിമാറും. നേട്ടമില്ലാത്തതിനൊന്നും ഞങ്ങളില്ല, നേട്ടമുള്ളത് മാത്രം മതി എന്ന ചിന്ത. പക്ഷേ യഥാർത്ഥ നേട്ടത്തെക്കുറിച്ചല്ല ഇവിടെ നേട്ടമെന്ന് ചിന്തിക്കുന്നത് എന്നാണ് അപകടം. അതാണ് അപകടം. ദൈവമക്കളെ, ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പേരിൽ ഒരുപാട് പേർ ഇടറിപ്പോയി. ഇടറിപ്പോകാത്തവരാണ് ഭാഗ്യവാന്മാർ. യേശു പറഞ്ഞു, എൻ്റെ മാംസം ഭക്ഷിക്കണം, എൻ്റെ രക്തം കുടിക്കണം, അവർക്കാണ് ജീവനും നിത്യജീവനും ഉണ്ടാവുക, അവർക്കാണ് അവസാന പുനരുത്ഥാനത്തിൽ പങ്ക് ലഭിക്കുക. ഇത് കേട്ട് ഒരുപാട് പേർ ഇടറിപ്പോയി. ഇവൻ നമ്മുടെ മധ്യേ നിൽക്കുകയല്ലേ, ഇവനൊരു മനുഷ്യനല്ലേ, ഇവൻ എങ്ങനെയാണ് സ്വന്തം ശരീരവും രക്തവും നമുക്ക് ഭക്ഷിപ്പാനും കുടിക്കാനും തരാൻ കഴിയുക? ഇത് കേട്ട് ഒരുപാട് പേർ അവനിൽ ഇടറിപ്പോയി എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പല കാരണങ്ങളാൽ പലയിടത്ത് വെച്ച് പലരും ഇടറിപ്പോയി. യേശുവിൻ്റെ ആദർശങ്ങളോട് ചേരാൻ കഴിയാത്തവർ, യേശുവിനെ പിൻപറ്റിയാൽ ചില സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്ന് തോന്നിയവർ. അതുകൊണ്ടാണ് യഹൂദ മത നേതൃത്വം അവങ്കിൽ ഇടറിപ്പോയത്. ജനമെല്ലാം അവൻ്റെ പിന്നാലെ പോകുന്നു, അവൻ്റെ അധികാര കേന്ദ്രമായി രൂപം കൊള്ളുന്നു.
തങ്ങളുടെ ആജ്ഞ അനുസരിക്കാൻ ഇപ്പോൾ ആളുകൾ തയ്യാറല്ലാതെ വരുന്നു. തങ്ങളുടെ കസേരയ്ക്ക് ഇളക്കം തട്ടുന്നു. തങ്ങൾ പതുക്കെ ഈ സമൂഹത്തിൽ ആരുമല്ലാതെയായിത്തീരുന്നു എന്ന ഒരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഭയാനകമായൊരു മാനസികാവസ്ഥയാണ് മതനേതൃത്വത്തെ യേശുവിനെതിരെ തിരിച്ചത്. അവരിടറിപ്പോയി. എന്നാൽ കർത്താവിൻ്റെ ഭാഗ്യവാന്മാരായ അപ്പോസ്തലന്മാർ ഒരിക്കലും ഇടറിപ്പോയില്ല. തിക്താനുഭവങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും അവരിടറിയില്ല. തങ്ങളുടെ ഗുരുവിനെ പിടിച്ച് ഏറ്റവും ഭയാനകമായ വിധത്തിൽ കുരിശേറ്റിയപ്പോഴും താൽക്കാലികമായി അവരൊന്ന് ചഞ്ചലപ്പെട്ടെങ്കിലും ഇടറിപ്പോയില്ല. യേശുവിനെ വിട്ടുപോയില്ല. അത് ചെയ്തത് ഇസ്കറിയോത്ത യൂദ മാത്രമാണ്. മറ്റുള്ളവരെല്ലാം പിന്നത്തേതിൽ പൂർവാധികം ശക്തിയോടെ മടങ്ങി വന്ന് തങ്ങളെ ഏൽപ്പിച്ച നിയോഗം അവർ പൂർത്തിയാക്കി. അവരാണ് ഭാഗ്യവാന്മാർ. നമ്മുടെ ആളുകളിൽ ഒത്തിരി പേര് ജീവിതത്തിൽ പ്രതീക്ഷകൾ കൈവിട്ടു പോകുമ്പോൾ, പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാതെ വരുമ്പോൾ, പരീക്ഷയിൽ പരാജയം നേരിടുമ്പോൾ, ആഗ്രഹിച്ച വിവാഹം നടക്കാതെ വരുമ്പോൾ, പ്രതീക്ഷിച്ചതുപോലെ ഒരു കുഞ്ഞിനെ കിട്ടാതെ വരുമ്പോൾ, വിദേശയാത്ര പലവട്ടം മുടങ്ങുമ്പോൾ, കർത്താവിനെ പരിഹസിച്ച് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി ഇടറിപ്പോകുന്നവരാണ്. അങ്ങനെ ഇടറിപ്പോയ പലരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്, എന്നോട് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതീക്ഷകൾ കൈവിട്ടു പോകുമ്പോഴാണ് ഒരാൾ ഇടറിപ്പോകുന്നത്. ദൈവമക്കളെ, ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. അതികഠിനമായ പീഡനം സഹിക്കവയ്യാതെ നെഞ്ചുകീറിക്കരഞ്ഞ ജനത്തിൻ്റെ നൊമ്പരം കണ്ടിട്ടാണ് ദൈവം അവരെ വിടുവിച്ചത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയൊരു വിമോചനം ദൈവം കൊടുത്ത് ചെങ്കടൽ പിളർന്ന് വെള്ളം ഭിത്തി പോലെ നിർത്തി ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടത്തിയിട്ട് അക്കരെ എത്തിക്കഴിഞ്ഞ് അവരുടെ സുഖലോലുപതയ്ക്ക് ഈ യാത്രയിൽ സാധ്യതകളില്ലെന്ന് കണ്ടപ്പോൾ അവർ ദൈവത്തിങ്കൽ ഇടറിയതായി ഒരുപാട് വട്ടം വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാറായിലെ കയ്പ് വെള്ളം കണ്ടിട്ടവർ ദൈവത്തിങ്കൽ ഇടറി. എന്നാൽ ദൈവം അത് മധുരമാക്കി കൊടുത്തു. മരുഭൂയാത്രയിൽ ആഹാരം കിട്ടാതെ അവരിടറി. അവർ ദൈവത്തെ കുറ്റപ്പെടുത്തി. മോശയെ ഒരുപാട് വെല്ലുവിളിച്ചു. വീണ്ടും ഇടറി. പക്ഷേ ദൈവം അവർക്ക് ആഹാരം കൊടുത്ത് അത് പരിഹരിച്ചു. ഇറച്ചിക്ക് വേണ്ടി അവർ അലറിക്കരഞ്ഞു ദൈവത്തോട് വീണ്ടും അവർ ഇടർച്ചയുണ്ടാക്കി. എന്നാൽ ദൈവം അവിടെയും അവരുടെ പ്രശ്നം പരിഹരിച്ചു. ഈ 40 ആണ്ടത്തെ മരുഭൂപ്രയാണത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ദൈവമക്കളെ, അഹരോൻ വരെ ഒരു നിമിഷത്തിൽ ഇടറിപ്പോയി. പക്ഷേ മോശ മാത്രം ഇടറിയില്ല. അഹരോൻ ഇടറിയത് മോശ സീനായി പർവ്വതത്തിൽ ദൈവകൽപ്പന പ്രകാരം ദൈവസാന്നിധ്യത്തിലായിരുന്ന വേളയിലാണ്. 40 ദിനരാത്രങ്ങൾ ദൈവത്തോടുകൂടെ സീനായി മലമുകളിൽ മോശയായിരുന്നപ്പോൾ താഴെ ഇസ്രായേൽ മക്കൾ ഇടറി. ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തെ കാണുന്നില്ല, കൊണ്ടുവന്ന മോശയെയും കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാനൊരു ദൈവത്തെ തരണം. ആ ജനത്തെ തർജ്ജനം ചെയ്ത് അമർത്തേണ്ടതിന് പകരം അഹരോൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കാതുകളിലെ കുണുക്കുകൾ, പൊൻകുണുക്കുകളൊക്കെ തരിക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദേവനെ ഉണ്ടാക്കിത്തരാം. അങ്ങനെ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവർ ആരാധിച്ചുവെന്ന് ഓർക്കണം. ആവർത്തന പുസ്തകത്തിൽ മോശ പറയുന്നുണ്ട്, ഒരു വേള അഹരോനോട് പോലും എനിക്ക് വല്ലാത്ത കോപമുണ്ടായി എന്ന്. എന്നാൽ ആ മോശ മാത്രം ഇടറിയില്ല. വാഗ്ദത്ത കനാൻ നാട് ഒറ്റുനോക്കാനായിട്ട് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലെ 12 മൂപ്പന്മാരെ പറഞ്ഞു വിട്ടു. ആ നാട് കണ്ടിട്ട് മടങ്ങി വന്നതിൽ 10 പേർ പറഞ്ഞു, അവിടെ അനാക്കിയ മല്ലന്മാരുണ്ട്, ആ നാട് കീഴടക്കാൻ പറ്റില്ല, അവിടെ ചെന്നാൽ അവർ നമ്മളെ പറിച്ചു കീറി തിന്നും. അവരിടറിപ്പോയവരാണ്, ജനത്തിൻ്റെ ഇടയിൽ ഇടർച്ച ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ്. എന്നാൽ യോശുവ എന്ന ഭാഗ്യവാനായ പ്രഭുവും കാലേബ് എന്ന യഹൂദ ഗോത്രത്തിൻ്റെ പ്രഭുവും നിന്നുകൊണ്ട് അവരെ അമർച്ച ചെയ്ത് പറഞ്ഞു, ഈ പറയുന്നത് തെറ്റാണ്, ആ നാട് കീഴടക്കാൻ നമുക്ക് നിഷ്പ്രയാസം കഴിയും. അവരിടറിയില്ല. ഇടർച്ചയുണ്ടാക്കിയ 10 പ്രഭുക്കന്മാരും
അവരെ പിന്തുണച്ച സകല ജനവും മരുഭൂപ്രയാണത്തിൽ വെച്ച് തന്നെ ജീവിതയാത്ര പൂർത്തിയാക്കി. വാഗ്ദത്ത കനാനിൽ കടപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അവർ മറുപടിയും പ്രാപിച്ചു. എന്നാൽ ഇടർച്ച ഉണ്ടാക്കാതിരുന്ന, ഇളറിപ്പോകാതിരുന്ന രണ്ടുപേർ ദൈവകൽപ്പന പ്രകാരം കനാനിൽ കടന്ന് ആ ഭാഗ്യം അനുഭവിച്ചു, ദീർഘായുസ്സോടെയിരുന്നു. ദൈവമക്കളെ തിരിച്ചറിയണം, ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. ഇന്ന് ഈ ലോകത്ത് ഒരുപാട് ആളുകൾ ഈ ഇസ്രയേൽ ജനത്തിൻ്റെ സ്വഭാവമുള്ളവരാണ്. കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ദൈവം നല്ലവൻ, കാര്യങ്ങളൊട്ടും അനുകൂലമല്ലെങ്കിൽ ദൈവം എന്തോ കുഴപ്പക്കാരൻ. അപ്പോൾ അവർ ദൈവത്തിൽ ഇടറുകയാണ്, മറ്റ് ദൈവമുണ്ടോ എന്ന് തേടുകയായി, മറ്റു വഴികൾ അന്വേഷിക്കുകയായി, പരിഹാരം എവിടെയെന്ന് അന്വേഷിച്ച് അലഞ്ഞു തിരിയുകയായി. ദൈവമക്കളെ, നാം ഒരു തിരിച്ചറിവിലേക്ക് എത്തണം. നാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടറിപ്പോയിക്കൂടാ. ഇടറിപ്പോകുന്നവരൊന്നും ഭാഗ്യമുള്ളവരല്ല. ദൈവവചനമാണ് പഠിപ്പിച്ചത്, യേശു ക്രിസ്തുവാണ് പറഞ്ഞത്, എന്നിൽ ഇടറിപ്പോകാത്തവരൊക്കെ ഭാഗ്യവാന്മാരെന്ന്. ഒരാളൊരു പാപം ചെയ്യുമ്പോൾ വിശുദ്ധിയുടെ വഴി വെട്ടിടറിപ്പോവുകയാണ്. 8-ാമത്തെ വയസ്സിൽ ദൈവം വിളിച്ചതാണ് ദാവീദിനെ, അഭിഷേകം ചെയ്തതാണെന്ന്. ദൈവം നടത്തി മനോഹരമായി ഉന്നത സാമ്രാജ്യത്തിൻ്റെ ഉടമയായി കൊട്ടാരത്തിൻ്റെ സുഖലോലുപതയിൽ വാഴുന്ന കാലത്ത് അന്തഃപുരത്തിൽ സുന്ദരിമാരായ റാണിമാർ പലരും ഉണ്ടായിരുന്നിട്ടും ഒരന്യപുരുഷൻ്റെ ഭാര്യയെങ്കിൽ അവൻ ഇടറിപ്പോയി. അതവൻ്റെ വംശത്തിന് തന്നെ വലിയ നാശത്തിന്, ശാപത്തിന് കാരണമായി. പാപസുഖത്തിലേക്ക് സ്വയം ചുവട് മാറുന്നവരൊക്കെ യേശുക്രിസ്തുവിങ്കിൽ ഇടറിപ്പോകുന്നവരാണ്. ഇടർച്ചയ്ക്ക് ഒരുപാട് മാനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നാം അത് വിശദമായി പഠിക്കേണ്ടതും പരിശോധിക്കേണ്ടതുമാണ്. ഈ ധ്യാനചിന്ത ഇങ്ങനെ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വയപരിശോധന നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഇടറിയിട്ടുണ്ടോ, അതോ ഞാൻ ഇപ്പോഴും എൻ്റെ കർത്താവിൻ്റെ സ്നേഹകൂട്ടായ്മയിൽ ഒരുമിച്ചിരിക്കുകയാണോ? ദൈവമക്കളെ, ക്രിസ്ത്യാനികളെന്ന് പേരും പേറി അത്യാവശ്യം പള്ളി ആരാധനയും കുറച്ച് പ്രകടനങ്ങളും എന്നതിനപ്പുറത്ത് ആത്മാവിൽ ആത്മാർത്ഥമായി ക്രിസ്തുവിൽ ഒന്നിച്ചൊരിരിപ്പ് നമ്മിൽ എത്ര പേരുടെ ജീവിതത്തിൽ സാധ്യതമായിട്ടുണ്ട്? ഇല്ലെന്നാകിൽ ഈ ഇടർച്ച നമ്മളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ നാളുകളിൽ ചിരിക്കാൻ മറന്നുപോയവരാണെങ്കിൽ ഇടറിക്കഴിഞ്ഞിരിക്കുന്നു. നിരാശ പിടിപെട്ട അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇടറിക്കഴിഞ്ഞിരിക്കുന്നു. അകാലത്ത് സ്വന്തം മകനോ മകളോ രോഗത്താലോ അപകടത്താലോ കൈവിട്ടു പോയതിൻ്റെ പേരിൽ, രോഗശയ്യയിൽ വീണതിൻ്റെ പേരിൽ, അപകടത്തിൽപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ പ്രാർത്ഥന നിർത്തിവെച്ചെങ്കിൽ, നിങ്ങൾ ദൈവാരാധന നിർത്തിവെച്ചെങ്കിൽ, നിങ്ങളുടെ മുഖത്തെ ആനന്ദം ചോർന്നു പോയെങ്കിൽ നിങ്ങൾ ഇടറിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി അകാലത്ത് ഏതെങ്കിലും പ്രത്യേക കാരണത്താൽ നിത്യരോഗിയായി തീരുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ആളെ ശരീരപ്രകാരം നഷ്ടപ്പെടുകയോ ചെയ്തിട്ട് നിങ്ങൾ നിരാശപ്പെട്ട് തലകുമ്പിട്ട് ദൈവത്തെ മറന്ന് ചിലപ്പോഴെങ്കിലും ദൈവത്തെ കുറ്റപ്പെടുത്തി നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇടറിക്കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ, മോഹങ്ങൾ ചോർന്നുപോയതിൻ്റെ പേരിൽ വാടിപ്പോയവരെല്ലാവരും ഇടറിപ്പോയവരാണ്. ഇടറിപ്പോകാത്തവരത്രേ ഭാഗ്യമുള്ളവർ. ഇടറിപ്പോയവർ നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമാണ്. ദൈവമക്കളെ, ലോകത്ത് ഉന്നത സ്ഥാനങ്ങളിലെത്തി ഒരുപാട് സമ്പന്നത കൈവരിച്ചു, ഒരുപാട് വസ്തുവകകൾ സമ്പാദിച്ചു, മനോഹരമായ കൊട്ടാരസദൃശ്യമായ വീടും വാഹനങ്ങളും സ്വന്തമാക്കി, എന്നിട്ട് വിശുദ്ധിയിലല്ല ജീവിക്കുന്നതെങ്കിൽ, തുറന്നുവെച്ച മദ്യക്കുപ്പി മേശപ്പുറത്തുണ്ടെങ്കിൽ, പാപസുഖത്തിൽ വിരാജിക്കുന്നുവെങ്കിൽ നീ ഇടറി. ദൈവമക്കളെ, ലോകത്ത് ഇടറിപ്പോകാത്ത മനുഷ്യർ എവിടെയുണ്ട്, എത്രയുണ്ട്? നമ്മളേത് കൂട്ടത്തിലാണ്? ഇത് ഗഹനമായി പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് കേട്ടത് കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് പ്രത്യേക ക്ഷണം കിട്ടിയവരൊക്കെ ഭാഗ്യമുള്ളവർ.
അതിന് വിളിക്കപ്പെട്ടവരാണ് ഓരോ വിശ്വാസികളും. വീണ്ടും നാം കേട്ടത് യേശുക്രിസ്തുവെങ്കിൽ ഇടറിപ്പോകാത്തവരൊക്കെ ഭാഗ്യമുള്ളവർ, ഇടറിപ്പോയവരൊക്കെ നിർഭാഗ്യമുള്ളവരാണ്. എല്ലാവർക്കും ഭാഗ്യവാന്മാരാകാൻ ദൈവം അവസരം തന്നതാണ്. ഒന്നിലും ഒരിക്കലും പതറാതെ ഇടറാതെ ദൈവിക പദ്ധതിക്ക് കീഴടങ്ങി മഹത്വമണവാളനായ ദൈവിക കുഞ്ഞാടിൻ്റെ വിവാഹത്തിൽ മണവാട്ടിയായി പുണ്യപ്രവൃത്തികളാൽ ആർജിച്ചതായ വിശുദ്ധ വസ്ത്രവും ധരിച്ച് അവൻ്റെ മുമ്പിൽ നിൽപ്പാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർ ചിന്തകൾ പിന്നാലെ പങ്കിട്ടുകൊള്ളാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിൻ്റെ മധുര മനോഹരമായ 2 ഉത്തരങ്ങൾ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ, ആ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടാകണമേ കർത്താവേ. അതുപോലെ നിങ്ങളിടറിപ്പോകാത്തവരൊക്കെ ഭാഗ്യവാന്മാർ. ജീവിതത്തിൽ പലപ്പോഴായി പല സാഹചര്യത്തിൽ ഞങ്ങൾ ഇടറിയിട്ടുണ്ട്. എന്നാൽ ഇനിയുള്ള കാലം ഒരിക്കലും ഇടറാതെ നിന്നിൽ ഉറച്ചു ജീവിപ്പാൻ, വിശുദ്ധിയിൽ ജീവിപ്പാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണം. ഞങ്ങളെ ഭാഗ്യവാന്മാരെന്ന് അവിടുന്ന് വിളിക്കണം. ഞങ്ങളത് കേൾക്കാൻ അവസരമുള്ളവരും ഭാഗ്യമുള്ളവരുമായി തീരണം. പാദപീഠത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു നാഥ, അവിടുന്ന് മഹത്വമെടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.